നമസ്കാരം, അനാലിസിസിലേക്ക് സ്വാഗതം. നവകേരള സദസ്സിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും അതിഥികളും ഉദ്യോഗസ്ഥരും എല്ലാവരും തന്നെ പൊതുഖജനാവിലെ പണം കൊണ്ട് മൃഷ്ടാനം ശാപ്പാട് അടിക്കുമ്പോൾ സാധാരണക്കാർ അടുപ്പ് പുകയ്ക്കാൻ നെട്ടോട്ടമോടുകയാണ്. ഒരു ദിവസത്തെ ഭക്ഷണത്തിന് മാത്രം ലക്ഷങ്ങളാണ് നവകേരള സദസ്സിനായി പൊടിപൊടിക്കുന്നത്. സപ്ലൈകോയിലും മാവേലി സ്റ്റോറുകളിലും കാലിച്ചാക്കും എലിയും മാത്രമാണ് ഉള്ളത് എന്ന ട്രോളും ഇറങ്ങിക്കഴിഞ്ഞു. അത്രയ്ക്ക് പരിതാപകരമായ അവസ്ഥയാണ് സംസ്ഥാനത്തുള്ളത്. പാവങ്ങൾക്ക് ഉത്സവകാലത്ത് സബ്സിഡി സാധനങ്ങൾ പോലും കൊടുക്കാൻ പറ്റാത്ത സർക്കാർ ആർഭാട സദസ്സ് നടത്തുകയാണ്. തൃശൂരിൽ സപ്ലൈകോയുടെ ക്രിസ്മസ് ചന്തയിൽ സാധനങ്ങളില്ലാതെ ഉദ്ഘാടനം മുടങ്ങി. രാവിലെ മുതൽ ക്യൂവിൽ നിന്നവർക്ക് അരി മാത്രമാണ് കിട്ടിയത്. തൃശൂർ സപ്ലൈകോയിൽ സാധനങ്ങളില്ലാത്തതിനാൽ രാവിലെ നിശ്ചയിച്ചിരുന്ന ഉദ്ഘാടനം മുടങ്ങിയിരുന്നു. 13 സബ്സിഡി സാധനങ്ങൾ ക്രിസ്മസ് ചന്തയിൽ ഉണ്ടാകുമെന്നായിരുന്നു സർക്കാർ പ്രഖ്യാപനം. എന്നാൽ ഒട്ടുമിക്ക സബ്സിഡി സാധനവും ഇല്ലാത്തത് പ്രതിഷേധത്തിനാണ് ഇടയാക്കിയത്. ഇതൊക്കെ പോരാഞ്ഞിട്ട് കോൺഗ്രസും CPM-ഉം തലസ്ഥാനത്തുൾപ്പെടെ പല ജില്ലയിലും അക്രമം അഴിച്ചുവിടുകയും ജനങ്ങളുടെ സമാധാനം ഇല്ലാതാക്കുകയും ചെയ്യുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചാണ് രണ്ടു കൂട്ടരും തെരുവിൽ യുദ്ധം നടത്തുന്നത്. ജനകീയ വിഷയങ്ങളിൽ ഇടപെടാൻ ഇവർ തയ്യാറാകുന്നുമില്ല. രണ്ടു കൂട്ടരും രാഷ്ട്രീയ ലാഭത്തിനായി മാത്രം പോരാടുകയുമാണ്. ഇതെല്ലാം കണ്ട് മടുത്ത് എന്ത് ചെയ്യണമെന്നറിയാതെ മാനസികാവസ്ഥയിലാണ് ഭൂരിപക്ഷം സാധാരണക്കാരും. അവരെല്ലാം ചെറിയ രീതിയിലെങ്കിലും ക്രിസ്മസ് ആഘോഷിക്കുന്നത് പതിവുമാണ്. അതിന് ഭംഗം വരുത്തുന്ന പ്രവർത്തനങ്ങളാണ് ഇടതും വലതും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു മാസം നീണ്ടുനിന്ന നവകേരള സദസ്സ് ഇന്ന് സമാപിക്കുമ്പോൾ എന്ത് നേട്ടമാണ് ഉണ്ടായത് എന്ന് എല്ലാവർക്കും അറിയാം. ജാതി മത നേതാക്കന്മാരെയും കോൺഗ്രസിനെ അതൃപ്തരെയും ഒപ്പം കൂട്ടാൻ ശ്രമിക്കുകയും ചെയ്ത CPM നേട്ടമായി കാണുന്നുണ്ടാകാം. ആയിരക്കണക്കിന് പരാതികൾ ജനങ്ങളിൽ നിന്ന് വാങ്ങിയിട്ട് എത്ര എണ്ണത്തിന് ശാശ്വത പരിഹാരം കണ്ടെത്തിയെന്ന ചോദ്യത്തിന് വ്യക്തമായ മറുപടി നൽകാൻ സർക്കാരിന് കഴിയുമോ? കേന്ദ്ര അവഗണന നവകേരള സദസ്സിൽ ചർച്ച ചെയ്തിട്ട് സംസ്ഥാനത്തിന് പ്രത്യേകിച്ച് എന്തെങ്കിലും നേട്ടമുണ്ടോ? രാഷ്ട്രീയ നേട്ടമുണ്ടാകും. അത് സർക്കാർ പരിപാടിയിലല്ല നടത്തേണ്ടത്. CPM സ്വന്തം ചെലവിൽ പൊതുയോഗങ്ങൾ സംഘടിപ്പിക്കണം. ഭാവി കേരളത്തിന്റെ വികസനം ജനങ്ങൾക്ക് മുമ്പിൽ ചർച്ച ചെയ്യുന്നതിന് മുൻപ് അതത് മേഖലകളിലുള്ള വിദഗ്ധരുമായി സംവാദം നടത്തുകയാണ് വേണ്ടത്. കോഴിക്കോട് ലഭിച്ച പരാതികളിൽ 2% പോലും ഇതുവരെ തീർപ്പായിട്ടില്ല. 46,000-ഓളം നിവേദനങ്ങളിൽ 733 എണ്ണം മാത്രമാണ് ഫലം കണ്ടത്. സർക്കാരിന്റെ വിവിധ വകുപ്പുകളിലേക്ക് നടത്തിയ പരാതി കണ്ണൂർ നഗരസഭയിലെത്തിയത് വലിയ വിവാദമായിരുന്നു. വേഗം തീർക്കാവുന്ന പരാതികൾ 2 ആഴ്ചയ്ക്കകം പരിഹരിക്കും. കൂടുതൽ നടപടിക്രമങ്ങൾ വേണ്ടവ 4 ആഴ്ചയ്ക്കുള്ളിലും. സംസ്ഥാന തലത്തിൽ തീർപ്പാക്കേണ്ടവയാണെങ്കിൽ പരമാവധി 45 ദിവസത്തിനുള്ളിൽ തീർപ്പാക്കുമെന്നാണ് നവകേരള സദസ്സിൽ പരാതിയുമായി എത്തിയവർക്കുള്ള ഉറപ്പ്. ഇത് ഒരു മണ്ഡലത്തിലും പാലിക്കാനും കഴിഞ്ഞിട്ടില്ല. പാർട്ടിക്കാരെയും വർഗ ബഹുജന സംഘടനകളെയും വിളിച്ചു വരുത്തി ജനസഞ്ചയമെന്നൊക്കെ തള്ളിവിടാൻ എളുപ്പവുമാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് നടത്തിയ വനിതാ മതിൽ ലക്ഷക്കണക്കിന് വനിതകളാണ് അണിനിരുന്നത്. വോട്ടെടുപ്പ് ദിവസം ഇവരെല്ലാം UDF-ന് വോട്ട് ചെയ്യുകയും അവർ ചരിത്ര വിജയം നേടുകയും ചെയ്തു. ഇതൊക്കെ CPM ഓർക്കുന്നുണ്ടോ ആവോ? അതുകൊണ്ട് സദസ്സിലെത്തുന്ന ആൾക്കൂട്ടം കണ്ട് അഹങ്കരിക്കേണ്ടതില്ല. അവരൊക്കെ പണിതരാം, തരാതെയും ഇരിക്കാം. നവംബർ 24, 25, 26 തീയതികളിൽ കോഴിക്കോട് നടന്ന സദസ്സിൽ 45,897 പരാതികളാണ് ലഭിച്ചത് എന്ന് സർക്കാർ രേഖകൾ പറയുന്നു. ഇപ്പോൾ ഒരു മാസം പിന്നിടുമ്പോൾ വെറും 733 പരാതികൾ തീർപ്പാക്കിയെന്നാണ് സർക്കാർ അവകാശപ്പെടുന്നത്. പരാതികൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് അയച്ചു എന്ന മറുപടികളും പരിഹരിക്കപ്പെടുന്ന കണക്കിൽപ്പെടുന്നുണ്ട്. 15,649 പരാതികൾ തദ്ദേശ സ്ഥാപനങ്ങൾ തീരുമാനം എടുക്കേണ്ടവയാണ്. ജില്ലയിലെ ഭൂരിഭാഗം തദ്ദേശ സ്ഥാപനങ്ങളിലും അധികാരത്തിൽ ഭരണമുന്നണിയാണെങ്കിലും പരിഹാരമായത് വെറും 36 എണ്ണം മാത്രം. കോഴിക്കോട് ആകെ ലഭിച്ച പരാതികളിൽ 1,637 എണ്ണം സർക്കാർ തലത്തിൽ തീരുമാനമെടുക്കേണ്ടവയുമാണ്. ഇവയൊന്നും പരിഹരിക്കപ്പെട്ടിട്ടില്ല. 34 പരാതികൾ വ്യക്തത ഇല്ലാത്തതോ അപൂർണമോ ആണ്. പരാതികളുടെ ബാഹുല്യം കാരണമാണ് പരിഹാര നടപടികൾ നീണ്ടുപോകുന്നത് എന്ന ഉദ്യോഗസ്ഥരുടെ വിശദീകരണം. ജില്ലാ അദാലത്തുകളിൽ സാധാരണഗതിയിൽ പരമാവധി 3000-ഓളം പരാതികൾ മാത്രമേ ലഭിക്കാറുള്ളൂ. എന്നാൽ നവകേരള സദസ്സിൽ ലഭിച്ചത് ഇതിന്റെ 15 ഇരട്ടി വരും. ജനുവരി അവസാനത്തോടെ തീർപ്പാക്കുമെന്നതാണ് കരുതുന്നത് എന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു. നവകേരള സദസ്സ് ഗംഭീര വിജയമാണെന്ന് അവകാശപ്പെടുമ്പോഴാണ് പരാതി പരിഹാരം എങ്ങും എത്താതെ പോകുന്നത്. പിണറായി വിജയൻ അധികാരത്തിലേറുമ്പോൾ പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട്: പ്രകടനങ്ങൾ ഭരണാധികാരിക്ക് നല്ലതല്ലത്രേ. ഭരണാധികാരിയായാൽ സെക്രട്ടേറിയറ്റിലിരുന്ന ഉദ്യോഗസ്ഥരെ കൊണ്ട് പണിയെടുപ്പിച്ചാൽ മതി എന്നാണ്. പിന്നെ എന്തിനാണ് മന്ത്രിസഭ മുഴുവനായി ജനങ്ങളുടെ ഇടയിലേക്ക് ചെല്ലുന്നത്? ഈ പരാതികളെല്ലാം ഉദ്യോഗ തലത്തിൽ നൽകി തീർപ്പാക്കേണ്ട കാര്യമല്ലേ ഉള്ളൂ. ഇച്ഛാശക്തിയുള്ള ഭരണാധികാരി ഉണ്ടെങ്കിൽ അത് നടത്തുക തന്നെ ചെയ്യും.
ദൗർഭാഗ്യവശാൽ പിണറായി അധികാരത്തിലേറിയ ശേഷം ഡയലോഗ് അടിക്കുന്നതല്ലാതെ ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് പണിയെടുപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിന്റെ ജാള്യത മറയ്ക്കാനും അഴിമതി ആരോപണങ്ങളും മറ്റും ജനമനസ്സിൽ നിന്ന് നീക്കാനുമാണ് നവകേരള സദസ്സ് നടത്തിയത്. അതിന്റെ ലക്ഷ്യം നിറവേറ്റുന്നതിനേക്കാൾ ഉപരി പ്രതിപക്ഷവും ഗവർണറുമായി ഏറ്റുമുട്ടുന്നതിനാണ് സർക്കാരും CPM പ്രാധാന്യം നൽകിയത്. അതിന്റെ ഫലം എന്തായാലും ജനം നൽകുക തന്നെ ചെയ്യും.